കണ്ണൂരിൽ ജനിച്ചു വളർന്ന ഒരു കൊച്ചു പയ്യൻ. അവന് എന്താണ് ഫ്രീ ഫയർ എന്ന് പോലും അറിയാത്ത കാലത്ത് അവൻ്റെ കുറച്ച് കസിൻസ് വീട്ടിലെത്തുന്നു. ഏതാണ്ട് 2017 സമയം അവസാനമൊക്കെ ആയപ്പോഴാണ് അത് സംഭവിച്ചത്. അപ്പോൾ അവൻ്റെ കുറേ ഫ്രണ്ട്സ്, അവൻ്റെ കസിൻസ് 2 പേരവിടെ ഫ്രീ ഫയർ കളിക്കുന്നത് ഇവൻ കണ്ട്. അന്നേരം ഇവൻ അവരോട് പോയി പറഞ്ഞു, എന്നെയും കൂടെ ഒന്ന് ഈ കളി പഠിപ്പിച്ച് തരാമോ, എന്നെ കൂടെ ഒന്ന് കയറ്റുമോ എന്ന്. ഇവൻ അങ്ങനെ ഫ്രീ ഫയർ എന്ന നല്ലൊരു ഗെയിമിലേക്ക് കടന്നു വരികയായിരുന്നു. അപ്പോൾ അവൻ എംഫോർടെക്കിൻ്റെയൊക്കെ ചാനലൊക്കെ കണ്ടിട്ട് അവന് മോട്ടിവേഷനൊക്കെ ആയിട്ട് അവൻ ഒരു ചാനലിന് രൂപം കൊടുക്കുകയായിരുന്നു. ആ ചാനലിൻ്റെ പേര് ആദ്യം ആ ചാനലിൻ്റെ പേര് VVK വ്ളോഗ്സ് എന്നായിരുന്നു. അവനും അവൻ്റെ 2 കൂട്ടുകാരും ചേർന്നായിരുന്നു ആ ചാനൽ തുടങ്ങിയിരുന്നത്. ആ ചാനൽ തുടങ്ങിയിട്ട് അധികം വൈകാതെ തന്നെ ഒരു 4K 5K സംഭരിച്ചിരുന്നു. അവൻ PUBGയുടെ വീഡിയോസൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. അതിനുശേഷം വേറൊരു ചാനൽ അവനെന്തോ കണ്ണിന് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ ചാനൽ ഡൗൺ ആയിപ്പോയി. അന്നേരം അവൻ കുറച്ച് നാൾ ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് അവൻ പുതിയൊരു ചാനലിന് രൂപം കൊടുത്തു. ആ ചാനലിൻ്റെ പേരാണ് കണ്ണപ്പൻ ഗെയിമിംഗ് എന്നായിരുന്നു ആ ചാനലിൻ്റെ പേര്. ആ ചാനൽ അധികം വൈകാതെ തന്നെ റീച്ച് കയറി നല്ല പൊളിപ്പനൊരു ചാനലായിട്ട് വരുന്നു. സുഹൃത്തെ, ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറെ ആരെയും കുറിച്ചല്ല. ഇപ്പോൾ 30K സബ്സ്ക്രൈബേഴ്സുള്ള ലൈവിൽ നല്ല സബ്സ്ക്രൈബേഴ്സുള്ള നമ്മുടെ സ്വന്തം കണ്ണപ്പൻ ഗെയിമിങ്ങിനെ കുറിച്ചായിരുന്നു ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ 30K ഒക്കെ ഇപ്പോൾ അടിച്ചിരിക്കുന്ന അവന് ഒരു ഇതുമില്ലായിരുന്നു. ഒരു ജാടയോ എന്ന് പറയുന്ന സംഭവം പോലും അവനിപ്പോൾ ഇല്ല. ഗൈസ്, ഓക്കെ, അവന് ഫ്രീ ഫയർ കണ്ടൻസിന് മോട്ടിവേഷനായത് ടൈറ്റാൻ അജ്മലായിരുന്നു. അതായത് നമ്മുടെ സ്വന്തം പേജ്. അവൻ ഇപ്പോൾ 13K ഉള്ളൊരു നല്ലൊരു ഫേമസ് യൂട്യൂബറായിട്ട് നമ്മുടെ കേരള യൂട്യൂബ് കമ്മ്യൂണിറ്റിക്ക് തന്നെ ഒരു മുതൽക്കൂട്ടായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.